ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫൈബർ. അടുത്തൊരു വീഡിയോ പറഞ്ഞാൽ നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഒരു ഗൈസ് ആനിമേ ലൈഫ് എന്ന് പറയുന്ന ഒരു ഗെയിമായിട്ടാണ് ഗൈസ്. ഇതിൽ കുറേ സ്ഥലങ്ങളുണ്ട് ഗൈസ്. ഇതൊരു ഓപ്പൺ വേൾഡ് ഗെയിമാണ് ആൻഡ് ഇത് റോബ്ലോക്സിലാണുള്ളത്. ആൻഡ് ഗൈസ് നമ്മളിപ്പോൾ ഇതിൽ ജപ്പാനിൽ വന്നിക്കണേണ് ഗൈസ്. ജപ്പാനാണ് ഗൈസ്. ഇതിൽ കുറേ ജോബ്സ് ഉണ്ട്, അതുവഴി ക്യാഷ് ഉണ്ടാക്കാം നമുക്ക്. പിന്നെ കുറേ ടാസ്കുകളൊക്കെ ഉണ്ട്. ആൻഡ് ഇതാണ് നമ്മൾ ഗൈസ്. നമുക്ക് മാസ്കുലിൻ എടുക്കാം ആൻഡ് കംപ്ലീറ്റ് യുവർ ട്യൂട്ടോറിയൽ ഫോർ ബൈക്ക് ഓർ ഓക്കെ ഗൈസ്. നമുക്ക് അവതാറിനൊന്ന് ചേഞ്ച് ചെയ്യാം ഗൈസ്. ഓക്കെ, നമുക്ക് അടിപൊളി ആളെ വെക്കാം ഗൈസ്. ഇത് വേണ്ട ഗൈസ്. അടിയിൽ ഗൈസ് ഈ ഹുഡി കൊള്ളാം. ആൻഡ് ഇതെടുക്കാം ഗൈസ്. ഓക്കെ, അടിയിൽ ബാഗി വല്ലതും ഉണ്ട്. ഗൈസ് കിട്ടി ഗൈസ് ബാഗി. ആൻഡ് ഇതൊന്നും വേണ്ട നമുക്ക് ഗൈസ്. കണ്ണാടി വെക്കണോ? വെച്ചേക്കാം ഗൈസ്. ആൻഡ് നമുക്ക് ഷൂസ് ഞാൻ ഒരെണ്ണം കണ്ടുവച്ചിട്ടുണ്ട്, നമുക്കത് തൊഴി നോക്കാം. ഓക്കെ ഗൈസ്, കിട്ടി ഗൈസ്. ആ നീലയാണ് ഗൈസ്. ആൻഡ് അടുത്ത ബോഡി വൺ ഗൈസ്. ഈ ബോഡി എന്താണെന്ന് എനിക്കറിയാം. ഗൈസ് നമുക്ക് ഈ ചിറകെടുക്കാം ഗൈസ്. അതിൻ്റെ അടിയിൽ വേറെ ചിറകുണ്ടാവും. ഓക്കെ ഗൈസ്, സെയിം തന്നെ. രണ്ട് ചിറകും കൂടി ഇട്ടപ്പോൾ പൊളിയായിട്ടുണ്ട്. നമ്മൾ ഹാറ്റ് ഗൈസ് വേണമെന്നില്ല, ഹാറ്റ് വെക്കണ്ട. നമുക്ക് ഹൈറ്റ് കൂട്ടാൻ പറ്റും ഗൈസ്. നല്ല ഹൈറ്റ് മാസ്കുലും വേണ്ട ഗൈസ്. ഓക്കെ നമുക്ക് ഗൈസ് നല്ല ഹൈറ്റായി ഇപ്പോൾ നമുക്ക് ഇത്തിരി കുറക്കാം. ഇത് ഭയങ്കര ഹൈറ്റാണല്ലോ ഗൈസ്. ഇത്തിരി കുറക്കാം. ആൻഡ് ഓക്കെ നമുക്ക് ബോഡി ഹെയർ ഗൈസ്. ഈ ഹെയർ തന്നെ മതിയാകുമോ? വേറെ എടുക്കണോ? വേറെ ഹെയർ വേണ്ട, ഇത് തന്നെ മതി. ആൻഡ് ഐസ് നമുക്ക് സ്കിൻ കളർ ഗൈസ് ഇത് മതി ഗൈസ്. ഇത് കൊടുത്തിട്ടുണ്ട് നമ്മൾ. ആൻഡ് ഫേസ് ഗൈസ് ഇത് നമുക്ക് സെറ്റ് കൊടുക്കാം ഗൈസ്. ഒരു കിടുക്കാച്ച സാധനം തന്നെ കൊടുത്തേക്കാം എന്തായാലും. അത് വേണ്ട ഗൈസ്, ഇത് കൊള്ളൂല. ആൻഡ് ഇത് കാണാൻ പറ്റൂല ഗൈസ്, നമ്മൾ കൂളിംഗ് ഗ്ലാസ് ഇട്ടേക്കണോണ്ട്. ആൻഡ് ആ കറുത്തത് കാണാൻ കൊള്ളാം, പക്ഷെ കാണത്തില്ല ഗൈസ്. നമുക്ക് ഇത് തന്നെ ഇടാം ഗൈസ്. ആൻഡ് നമുക്ക് മൗത്ത് ഗൈസ് എന്തെങ്കിലും ദേഷ്യപ്പെട്ടിരിക്കണം. ആൻഡ് അത് മതി ഗൈസ്, ഇത് മതി ഗൈസ്. ഇതൊന്നും വേണ്ട ഗൈസ്, നമ്മുടെ ആള് തന്നെ പോകും. ആൻഡ് എ ഫ്രഷ് ലുക്ക് കസ്റ്റമേഴ്സ് ഓക്കെ യുവർ ഫസ്റ്റ് അപ്പ്. ഓക്കെ ഗൈസ്, നമ്മുടെ കയ്യിൽ ബൈക്കൊന്നും ഇല്ലല്ലേ ഗൈസ്. നമുക്ക് എന്തായാലും ഇവർ കാണിച്ചേക്കണ റൂട്ട് നോക്കി പോവാം. നമ്മുടെ കയ്യിൽ വെഹിക്കിൾസ് ഒന്നുമില്ല. ഐറ്റംസ് ഒരു ചൂണ്ടയുണ്ട് ഗൈസ്. മീനെ പിടിച്ച് കാശുണ്ടാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് നമുക്ക് ഇങ്ങോട്ട് പോകാം ഗൈസ്. ഇവർ കാണിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാം. നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് അവിടെ നിന്നാണ് കാണിച്ചിരിക്കുന്നത് ഗൈസ്. 23 മീറ്റർ. ആൻഡ് ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ഗൈസ്. ആദ്യം നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ കയറണം. ഓക്കെ ഗൈസ്, ഗൈസ് ഇവിടെ മൊത്തം കാർഡ്ബോർഡ് പെട്ടി. ഇതെന്ത് കുഞ്ഞു ബെഡാണ് ഗൈസ്. ഗൈസ് നമുക്ക് ഇതൊന്നും പറ്റൂല, എഡിറ്റ് ഹോം ഗൈസ്. നമുക്ക് ഹോം ഒന്ന് എഡിറ്റ് ചെയ്തൊക്കെ എന്തായാലും. ആൻഡ് ഈ പെട്ടികളെല്ലാം എടുത്ത് കളയണം ഫസ്റ്റ്. എല്ലാ സാധനങ്ങളും എടുത്ത് കളയാൻ ഗൈസ്. എന്നിട്ട് ആദ്യം തൊട്ട് നമുക്ക് എല്ലാം ബിൽഡ് ചെയ്യാം. ഓക്കെ ആൻഡ് ഇത് അതിൻ്റെ അപ്പുറത്ത് എല്ലാം കണ്ട് ലൈറ്റ് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ബെഡൊക്കെ കളയാം ഗൈസ്. ഇതിലെ സാധനങ്ങൾ എനിക്ക് തോന്നുന്നത് ഫ്രീ ആയിട്ടാണ് വാങ്ങാൻ പറ്റണതെന്നാണ് തോന്നണത്. ഓക്കെ ബാത്റൂമൊക്കെ ഭയങ്കര ചെറുതാണ് ഗൈസ്. നമുക്ക് പുതിയൊരു വീടൊക്കെ വാങ്ങാൻ പറ്റും ഗൈസ് ഇതിൽ, പക്ഷെ കാശ് കൊടുക്കണം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ 0 ക്യാഷാണ്. ഒന്നുമില്ല നമ്മുടെ കയ്യിൽ സത്യം പറയും. നമുക്ക് ഫർണിച്ചേഴ്സ് വെക്കാം ഗൈസ് ഫസ്റ്റ്. ആൻഡ് ഫർണിച്ചേഴ്സ് ഗൈസ്. ആൻഡ് ഗൈസ് നമുക്ക് ഇവിടെ വേണം ബെഡ് വെക്കാൻ. ഓക്കെ ഗൈസ് ഇത് കിടുക്കാച്ച വീടാണ് ഗൈസ്. ഇവിടെ എല്ലാം ഫ്രീ ആണ്. ആൻഡ് നമ്മൾ ബെഡ് വെക്കാൻ പറ്റണില്ല ഗൈസ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയാണ്. സോ നമുക്ക് എന്തായാലും ക്യാൻസർ കൊടുത്ത് ഇത്തിരി കയറി എന്നിട്ട് ചെയ്യാം ഗൈസ്. ആൻഡ് നമുക്ക് ഈ ബെഡ് തന്നെ വെക്കാം ഗൈസ്, തിരിച്ച് വെക്കാം ഗൈസ്. അതാകുമ്പോൾ പുറത്തുള്ള കാഴ്ചകൾ കാണാം. ആൻഡ് ഒരു ബെഡ് വെച്ചിട്ടുണ്ട്. അടുത്തൊരു ഷെൽഫ് വരെ വെക്കാം ഗൈസ്. ഓക്കെ നൈറ്റ് സ്റ്റാൻഡ് വെക്കാം ഗൈസ്.
റൊട്ടേറ്റ് ചെയ്യണം. ആൻഡ് റൊട്ടേറ്റ്. ഓക്കെ ഗൈസ്, അവിടെ സെറ്റിലായിട്ടുണ്ട്. അതവിടെ സെറ്റായി. ഇനി അടുത്ത കിച്ചൺ നോക്കണം ഗൈസ്. കിച്ചണാണ് അടുത്തത്. ആൻഡ് കിച്ചൺ ഫ്രിഡ്ജ്. ആ ഫ്രിഡ്ജ് നമുക്ക് ആ ഇടയിലായിട്ട് വെക്കണം ഗൈസ്. ആ ഇടയിൽ വെക്കാം ഗൈസ്. അറിയാണ്ട് വെച്ച സ്ഥലം മാറിപ്പോയി. നമുക്ക് ഇത്തിരി കൂടി കയറി നിന്നിട്ട് ഈ ഇടയിൽ വെക്കാം ഗൈസ്. ആൻഡ് റൊട്ടേറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, പക്ഷെ ഇതിൽ ഫ്രിഡ്ജിൻ്റെ വലിയ യൂസൊന്നുമില്ല. നമുക്ക് അടുത്ത സാധനങ്ങളൊക്കെ ഷെൽഫും ഗ്യാസ് സ്റ്റവും എല്ലാം വെക്കണം ഗൈസ്. ഓവൻ അടക്കം വെക്കണം നമുക്ക്. ഗൈസ് ഇവിടെ 500 ഫർണിച്ചേഴ്സൊക്കെ വെക്കാൻ പറ്റത്തുള്ളൂ മാക്സിമം ഒരു വീട്ടിൽ ഗൈസ്. 500 ഫർണിച്ചർ എന്തിന്? ഓക്കെ ഗൈസ്, ഇതാര് ഗൈസ്? ഗൈസ് ഏതൊരു പെണ്ണ് വീട് മാറിപ്പോയെന്ന് തോന്നുന്നു. ഗൈസ് അത് തിരിച്ചു പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വീട് മാറിപ്പോയതായിരിക്കും. ഓക്കെ, നമുക്ക് കിച്ചൺ ആദ്യം സെറ്റാക്കാം ഗൈസ്. ക്യാബിനറ്റ്. കിച്ചൺ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡിൽ ഗ്യാസ് സ്റ്റവ് ഒക്കെ വെക്കണം. ആൻഡ് റൊട്ടേറ്റ് ചെയ്യണം ഗൈസ്. ഓക്കെ ഗൈസ്, എനിക്ക് തോന്നാണ് ഇതൊരു ഓപ്പൺ വേൾഡ് ഗെയിം ആയതുകൊണ്ട് ഇത്തിരി ലോങ് ആയി പോകുന്നു ഗൈസ്. ഗൈസ് ഇത് വലിയൊരു ലോങ് ആണ് ഗൈസ്. ഞാനിത് ഒരാഴ്ച ഗൈസ് ഞാനിത് എടുത്ത് വെച്ചിട്ട് ആൻഡ് ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തിടുന്നത് ഗൈസ്. ആൻഡ് ഗൈസ് ഇത്തിരി ലോങ് വീഡിയോ ആകാൻ ചാൻസ് കൂടുതലാണ്. ഓവൻ വെച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, സിങ്ക് വെക്കണം. പക്ഷേ ഈ ചില സാധനങ്ങളൊക്കെ ഈ ഗെയിമിൽ എന്തിനാണെന്ന് കൂടി എനിക്കറിയത്തില്ല. കിച്ചൺ ഒരുവിധമായിട്ടുണ്ട്. ഇനി ഇപ്പുറത്ത് കുറച്ച് ക്യാബിനറ്റൊക്കെ വെക്കണം. പക്ഷെ ഇത് ബാത്റൂമിൽ വെക്കണ ക്യാബിനറ്റ്. പക്ഷെ എന്ത് കമ്പ്യൂട്ടറൊക്കെ വെക്കണ ടേബിൾ പോലെ ഉണ്ടല്ലോ ഗൈസ്. പക്ഷെ നമ്മൾ ഇത്ര നേരം 10 ഫർണിച്ചർ വെച്ചിട്ടുള്ളൂ. അവിടെ 500 വെക്കാനുള്ള സ്ഥലമുണ്ട് ഗൈസ്. നമുക്ക് 500 ആവശ്യമില്ല. ഒരു വീട്ടിൽ മാക്സിമം ഒരു 50 മതി ഗൈസ്. 50 വേണ്ട. വലിയ ബംഗ്ലാവൊക്കെ പുറത്തെ വീടാണെങ്കിൽ ഒരു മാക്സിമം ഒരു 200-300. പക്ഷെ അത്ര ഇല്ലയെന്നാ തോന്നണം ഗൈസ്. ടോയ്ലറ്റ് പേപ്പർ അല്ല ഗൈസ്, നമുക്ക് ബാത്ത് ടബ് വെക്കാം ഗൈസ്. പക്ഷെ ഇതിവിടെ കൊള്ളുമായിരിക്കും ഗൈസ്. കൊള്ളും ഗൈസ്, പക്ഷെ ചാൻസ് കുറവാണ് ഗൈസ്. വെക്കാൻ പറ്റൂല എന്നൊക്കെ തോന്നണം ഗൈസ്. നമുക്കൊന്ന് നീങ്ങി നിന്നിട്ട് ചെയ്യാം. ആൻഡ് അവിടെ എന്തായാലും കൊള്ളും. ഓക്കെ ഗൈസ്, അവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ. ഓക്കെ ഗൈസ് ഇത്തിരി ചെരിഞ്ഞോയി ഗൈസ്. നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നും കൂടി വെക്കാം. ആൻഡ് ഇപ്രാവശ്യം ഒറ്റ വെക്കലിൽ തന്നെ കറക്റ്റായിട്ടുണ്ട്. ആൻഡ് ബാത്റൂം വെക്കണം ഗൈസ്. പിന്നെ ഇതിൽ ഉറങ്ങിയാൽ പവർ ഓടും, ഫുഡ് കഴിച്ചാൽ പവർ ഓടും. ആൻഡ് കുളിച്ചാലൊന്നും ഗൈസ് നമുക്ക് എന്തോ നമ്പറൊക്കെ കയറി വരുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഗൈസ്. ആൻഡ് ഗൈസ് ഈ ആനിമേ ലൈഫ് ഞാൻ എൻ്റെ ചേട്ടൻ കളിക്കണം കണ്ടിട്ടാണ് കളിച്ചത്. ചേട്ടൻ ഒരു യൂട്യൂബ് ചാനലുണ്ട്, കോർട്ട ഗെയിമിംഗ് എന്നാണ് പേര് ഗൈസ്. ആ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആൻഡ് ഷവർ വെക്കണം ഗൈസ്. ഓക്കെ, ബാത്റൂം ഇതൊക്കെ മതിയായിരിക്കും. ഓക്കെ, ടവൽ വെക്കണം. ടവൽ അപ്പുറത്ത് വെക്കാം ഗൈസ്. കുളിക്കണം അപ്പുറത്തല്ലേ നമ്മൾ. അയ്യോ ഗൈസ്, ടവൽ ഇത്തിരി മാറിപ്പോയി, ചെരിഞ്ഞു പോയി. ക്യാൻസൽ. ആ ഗൈസ്, അപ്പുറത്ത് ഇതൊക്കെയാണ് ക്യാൻസലായി പോയത് ഗൈസ്. പെട്ടെന്ന് വീടിൻ്റെ കളറൊക്കെ മാറിപ്പോയി ഗൈസ്. നമ്മൾ ടവൽ വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനിയും കുറേ ചെയ്യാനുണ്ട് ഗൈസ്. ബാത്റൂം മിറർ. ഓക്കെ ഗൈസ്, ബാത്റൂം മിററൊക്കെ ചെയ്തിട്ടുണ്ട്.
ഓക്കെ ഗൈസ്. ആൻഡ് ഗൈസ് കുറേ നേരത്തിന് ശേഷം നമ്മൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഗൈസ്. ടൈല് പെയിൻറ് എല്ലാം മാറ്റിയിട്ടുണ്ട് ഗൈസ്. ഇനി സോഫയും കൂടി വെച്ചാൽ മതി. ആൻഡ് ഗൈസ് നമ്മുടെ വീട് മൊത്തം സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. ആൻഡ് നമുക്ക് പുറത്തേക്കല്ല ഗൈസ്, ഉറങ്ങണം ഗൈസ്. ഗൈസ് ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇത് കൂടും ഗൈസ്. പൊക്കത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും എനർജി ഷവറിങ് ആൻഡ് ഫുഡിൻ്റെ ആ സിമ്പിളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൈസ്. നമ്മുടെ എനർജി കൂടിയിട്ടുണ്ട്. ഇനി കുളിക്കുമ്പോൾ ഗൈസ് കൂടണുണ്ട്. ആൻഡ് നമുക്ക് ജോബ്സ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. കരോക്കിൻ എന്നൊക്കെ പറയണ എന്തോ ജോബാണ് ഗൈസ്. എന്തായാലും നമുക്ക് പോയി നോക്കാം. കാശ് കിട്ടുന്ന പരിപാടിയില്ല ഗൈസ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒറ്റ പൈസ ഇല്ല ഗൈസ്. അതേ ഗൈസ് നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് ആണല്ലോ കരോക്കെ. പക്ഷേ ഗൈസ് അണ്ടർഗ്രൗണ്ട് അധികമൊന്നുമില്ല ഗൈസ്. പക്ഷെ ഇവിടെ എന്ത് DJ പാടണ ഗൈസ്. നമ്മളെന്ത് പാട്ട് പാടാൻ വന്നേക്കണം ഇതെന്ത്. ഗൈസ് ഓക്കെ ഗൈസ്, ആ വൈലറ്റ് ഗൈസ് നമ്മൾ മിസ് ചെയ്ത് ഗൈസ്. ഈ സാധനത്തിൽ മുട്ടുമ്പോൾ വേണം നമ്മൾ ചെയ്യാൻ. നമ്മൾ നേരത്തെ ചെയ്ത് അതൊക്കെ മിസ്സായി പോകും ഗൈസ്. മുട്ടുമ്പോൾ ചെയ്യണം ഗൈസ്. ആൻഡ് ഇതുവരെ ഒരു സ്ട്രീക്കായി 2 സ്ട്രീക്കായി. ഓക്കെ ഗൈസ്, ഓരോ കളർ മുട്ടുമ്പോൾ നമ്മളത് ടച്ച് ചെയ്താൽ മതി. ആൻഡ് ഓക്കെ ഗൈസ് നമുക്ക് കാശ് 5 രൂപ വെച്ച് കൂടുന്നുണ്ട് ഗൈസ്. ഗുഡ് ജോബ്, ക്ലിക്ക് ഷെയർ ടു ഫിനിഷ് അറ്റ് എനി ടൈം. ഓക്കെ ഗൈസ്, ഇഷ്ടമുള്ളപ്പോൾ ഫിനിഷ് ചെയ്യാൻ ജോബ്. ആൻഡ് അത്രയും പൈസ നമുക്ക് കിട്ടും. ഇവിടെ എനർജീൻ്റെ സിമ്പിൾ കൊടുത്തിട്ടുണ്ട് ഗൈസ്. എനർജി തീരണം അത്രയും ചെയ്യാം. ആൻഡ് നമുക്ക് 135 രൂപ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഗൈസ് നമുക്കൊന്ന് ബാഗ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ബാഗിൽ ഗൈസ് ഒരു ജ്യൂസ് ഗൈസ് 25 എനർജി കിട്ടും ഗൈസ്. ഫ്രീ ആയിട്ട് കിട്ടിയാൽ തോന്നാം ഗൈസ്. നമുക്ക് എന്തായാലും ഡ്രിങ്ക് ചെയ്യണ്ട. ആൻഡ് ഡ്രിങ്ക് ചെയ്യാം. ഓക്കെ ഇവിടെ എന്തോ ടിക്കറ്റ് ഉണ്ട് ഗൈസ്. കുറേ ടിക്കറ്റ് ഉണ്ട്. ആൻഡ് ഇനിയും ബാഗ് കാണിക്കുന്നുണ്ട് ഗൈസ്. എന്താണ് ഓക്കെ വെഹിക്കിൾ. ഓക്കെ നമുക്കൊരു സൈക്കിൾ കിട്ടി ഗൈസ്. ആൻഡ് നമുക്കൊരു സൈക്കിൾ കിട്ടിയിട്ടുണ്ട് ഗൈസ്. മാക്സിമം സ്പീഡ് എനിക്ക് തോന്നുന്നു 30 ആറ്റിയാണ് ഗൈസ്. അതാണ് 25 പോണ. ആൻഡ് ഗൈസ് മാക്സ് സ്പീഡ് ഗൈസ്. ഇവിടെ വീലി എന്നൊക്കെ പറഞ്ഞ് എന്തോ എഴുതിയിട്ടുണ്ട്. എന്തെങ്കിലും ആട്ടെ ഗൈസ്. നമുക്കിപ്പോൾ ഇവർ സ്ഥലം കാണിച്ചിട്ടുണ്ട് എന്തൊക്കെയോ ഗൈസ്. നമുക്ക് ഒത്തിരി പ്രോബ്ലമാണ് ഗൈസ്. ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും ഗൈസ്. അങ്ങോട്ട് പോകണം ഗൈസ്. വീട്ടിൽ കയറാനാണ് പറയണേ ഗൈസ് നമ്മളോട്. ഗൈസ് വീട്ടിൽ കയറിയിട്ട് എന്ത് ചെയ്യാനാണ്? ഒന്നും കാണിക്കില്ലല്ലോ ഗൈസ്. ഒന്നുമില്ല ഗൈസ്. നമുക്കൊന്ന് ബാത്ത് ചെയ്തിട്ട് പോവാം ഷവറിൽ. ഓക്കെ ഹൈജീനായിട്ടുണ്ട് ഗൈസ്. പിന്നെ ഫുഡ് വേണം ഗൈസ്. ഫുഡ് വാങ്ങണം ഗൈസ്. നമ്മുടെ ഫുഡിൻ്റെ അളവ് ഭയങ്കര കുറവാണ്. ആൻഡ് സൈക്കിൾ ഗൈസ്, നമ്മുടെ സൈക്കിൾ ഗൈസ് എടുത്തില്ല. ഓ ഗൈസ് ഇപ്പോഴത്തെ ഷോപ്പുണ്ട് ഗൈസ്. നമുക്കിപ്പോൾ എന്തായാലും അവിടെ പോയി വാങ്ങാം. ഓക്കെ ഗൈസ് എല്ലാത്തിനും നല്ല കത്തിയാണല്ലോ ഗൈസ്. നല്ല കത്തിയാണ് ഗൈസ്. നമുക്ക് എന്തെങ്കിലും ചെറുതൊക്കെ വാങ്ങിച്ച് കഴിക്കാം ഫുഡ്. ആൻഡ് ഗൈസ് എന്തായാലും ഫുഡിൻ്റെ ഇത് കൂട്ടണം. ചോക്കോ സ്റ്റിക്സ് വാങ്ങിച്ചിട്ടുണ്ട്. യു ഡോണ്ട് ഹാവ് ഇനഫ്. ജപ്പാനിൽ പൈസ എന്നൊക്കെ പറയണം ഗൈസ്. ഇന്ത്യയിലൊക്കെ റുപ്പി, അവിടെയൊക്കെ യെന്നാണ് ഗൈസ്. യു ഡോണ്ട് ഹാവ് ഇനഫ് എന്നൊക്കെയാണ് എഴുതിയേക്കണം. ആൻഡ് നമ്മുടെ കയ്യിൽ 4 ടിക്കറ്റ് ഉണ്ട് ഗൈസ്. ഈ ടിക്കറ്റിൽ എന്താണെന്ന് എനിക്കറിയില്ല ഗൈസ്. ഓക്കെ നമുക്ക് ഡെയിലി ഗിഫ്റ്റ് ഒക്കെ 2500 രൂപ ഗൈസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ഫുഡ് വാങ്ങാം ഗൈസ്. ഈ കടയിൽ നിന്ന് കുറച്ച് വാങ്ങാം ഗൈസ്. ഇവിടെ ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ഗൈസ്. നമുക്ക് അവിടെ പോയി വാങ്ങാം കുറച്ച് ഫുഡ്. ആൻഡ് കുറേ ഫുഡ് വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ട് ഗൈസ്. ഇവിടെയുള്ള എല്ലാം നമുക്ക് വാങ്ങാം. ആൻഡ് അടുത്ത കടയിൽ പോയിട്ട് നമുക്ക് അവിടെ നിന്നും എല്ലാം വാങ്ങാം ഗൈസ്. ഫുഡ് കുറേ കിടക്കട്ടെ അവിടെ. ബാഗിൽ നിറഞ്ഞ് കിടക്കുന്നുണ്ടാവും ഗൈസ്. സൈക്കിൾ ഗൈസ് എത്രയായി. സൈക്കിൾ ഇട്ട് നമുക്ക് പോവാം ഗൈസ്. ഇതിൽ ബൈക്കൊക്കെ വാങ്ങാൻ പറ്റും. ആൻഡ് നമുക്ക് വലിയ സൂപ്പർ മാർക്കറ്റിൻ്റെ അങ്ങോട്ട് പോവാം ഗൈസ്. ഓക്കെ ഗൈസ് ഗൈസ് ഇവിടെയാണ് ഷോറൂം ഗൈസ്. അവിടെ ബൈക്കൊക്കെ വാങ്ങാൻ പറ്റും. ആൻഡ് ഈ വീലി എന്താണ് ഗൈസ്? വീലി എന്താണ് ഗൈസ്? ഗ്ലാസ് ഗൈസ്. കുക്കിംഗ് ക്ലാസ് ഉണ്ട് ഗൈസ്. കുക്കിംഗ് ക്ലാസ്സിൽ ഒന്ന് കയറി നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ് കുക്കിംഗ് ക്ലാസ്സിൽ കയറിയിട്ട് എന്താ ഗുണം?
ഓക്കെ നമുക്ക് കുക്കിംഗ് ക്ലാസ് ഉണ്ട് ഓക്കെ ഗൈസ് നമ്മുടെ സ്കിൽസ് കൂട്ടാൻ പറ്റും ഫിനാൻസ് ഫിറ്റ്നസ് ഫിഷിംഗ് പിന്നെ എന്തൊക്കെയുണ്ട് ഗൈസ് ജോബ്സ് ഉണ്ട് ഗൈസ് ആൻഡ് ഓക്കെ ഗൈസ് നമ്മുടെ സ്കില്ല് കൂട്ടിയാലേ നമുക്ക് ഓരോ ഫുഡ് ഉണ്ടാക്കാൻ പറ്റും ആൻഡ് ഫിനാൻസ് കൂട്ടിയാലേ നമുക്ക് കാശ് കുറേ കിട്ടത്തുള്ളൂ ആൻഡ് ഇതിൽ കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട് ഗൈസ് ഓപ്പൺ വേൾഡ് ഗെയിം ആണെങ്കിലും കുറേ കാര്യങ്ങൾ നോക്കി ചെയ്യണം ആൻഡ് ഇത് റിയൽ ലൈഫ് വരെയാണ് ഒരു സാറുണ്ട് ഗൈസ് ആൻഡ് നമുക്ക് പുറത്തേക്ക് പോവാം ഓക്കെ നമ്മുടെ സൈക്കിൾ ഓക്കെ ഗൈസ് നമുക്ക് എന്തോ ആരോ കാണിച്ചിട്ടുണ്ട് അങ്ങോട്ട് പോവാം ഈ സൈക്കിൾ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടാണ് കേട്ടോ ഗൈസ് ഇതിലൊരു ഫിഷിംഗ് സ്പോട്ട് ഉണ്ട് ഗൈസ് അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം ഗൈസ് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കമൻറ്റ് ചെയ്യൂ ഇതിൻ്റെ പാർട്ട് 2 വേണ്ടി കമൻറ്റ് ചെയ്യൂ ഗൈസ് ഓക്കേ പൊക്കത്ത് തീൻ്റെയൊക്കെ എന്തോ ചിഹ്നം കാണിച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയത്തില്ല ഗൈസ് ഇവിടെ ഗൈസ് അടുത്ത ജോബാറ്റാണ് ഗൈസ് അടുത്തെന്ത് ജോബാണ് ഗൈസ് ഇത് ഇവിടെ കൂടി കയറേണ്ട ഇവിടെ ഇത്രയും വലിയ ചില്ല് ഗൈസ് അതിൻ്റെ ചെറിയ ഡോറ് ആൻഡ് ഹിബാച്ചി ഷെഫ് ഇതെന്താ സംഭവം ഓക്കെ ഇതെന്ത് മനസ്സിലായില്ല കേസ് നമ്മളിത് കട്ട് ചെയ്താൽ മതി കേസ് നമുക്ക് വെറുതെ നെക്കിക്കൊണ്ടേ ഇരിക്കാം കേസ് അപ്പോൾ കട്ടായിക്കോളും കേസ് തന്നെ കട്ടായിക്കോളും നമുക്കിങ്ങനെ കുത്തിക്കൊണ്ടേ ഇരിക്കാം കേസ് കാശ് കൂടേണ്ട അടുത്ത ജോബാണിത് ഗൈസ് കുറേ നേരത്തിന് ശേഷം നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട് ഗൈസ് നമ്മുടെ എനർജി തീരണവരെ ചെയ്യണമെന്നൊക്കെ ഉണ്ട് ഗൈസ് പക്ഷേ വേണ്ട ഗൈസ് ഇപ്പം തന്നെ 500 ആയിട്ടുണ്ട് എന്തായാലും ഗൈസ് നമ്മൾ നിർത്തിയിട്ടുണ്ട് ആൻഡ് കാശ് കിട്ടി ഗൈസ് 1800 ഉണ്ട് ഗൈസ് 2000 രൂപ അടുത്തുണ്ട് ആൻഡ് പുറത്തേക്ക് പോവാം ഗൈസ് 100 റാൻഡം ഗൈസ് ഇതാണ് ഗൈസ് ഗ്രോസറി സ്റ്റോർ ഗൈസ് ഇതാണ് ഈ സിറ്റിയിലെ വലിയ ഫുഡൊക്കെ വാങ്ങാൻ പറ്റുന്ന സ്റ്റോർ ആൻഡ് നമുക്ക് ഇവിടെയുള്ള എല്ലാം വാങ്ങാം ഗൈസ് എല്ലാ സാധനങ്ങളും നമുക്ക് അങ്ങോട്ട് വാങ്ങിച്ച് കൂട്ടാം കാശല്ലേ ഗൈസ് ഇരിക്കണം ഒരു ഗൈസ് ഹറൂട്ടോ ഗൈസ് നെറൂട്ടോ പോലെ ഹറൂട്ടോ ഉണ്ട് ബറൂട്ടോ ഉണ്ട് മിനാറ്റോ ഉണ്ട് അങ്ങനെ കുറേ പേരുണ്ട് ഗൈസ് ഇത് ഹറൂട്ടോ ഗൈസ് ഈ ആനിമയൊക്കെ പുതിയൊരാളായിരിക്കട്ടെ ആൻഡ് ഗൈസ് നമുക്ക് എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ് അതിന് അടുത്ത സ്ഥലത്ത് ഡയറി എന്നെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ് ഇതൊന്ന് ബച്ചർ ഗൈസ് അയാളുടെ പേരാണ് ടെസ്റ്റോ ഫാമ ആൻഡ് നമ്മൾ ഈ സാധനങ്ങളിലൊക്കെ പൊക്കത്തൂടി ചാടിപ്പോയി ഗൈസ് ഹനാക്കോ ചാൻ റോസർ ആൻഡ് നമുക്ക് സാധനങ്ങളെല്ലാം വാങ്ങാം ആൻഡ് ഓക്കെ നമുക്ക് കുറച്ച് ജ്യൂസും കൂടി വാങ്ങാം ഇവിടെ ബിയർ വരെ ഉണ്ട് ഗ്രീൻ ടീ ഗൈസ് ഗ്രീൻ ടീ ഒക്കെ ഇവിടെ ചില്ലി കുപ്പിയിൽ 150 രൂപയാണ് ഗൈസ് 150 യെന്നാണ് ഗൈസ് ഈ പേര് കൊള്ളാം ഗൈസ് യെൻ ഗൈസ് ഓക്കെ ഇവിടെ എന്തോ ഉണ്ട് ഗൈസ് ഇവിടെ അല്ല ഗൈസ് നമുക്ക് ദൂരെയാണ് ഗൈസ് 170 മീറ്റർ ഉണ്ട് ആൻഡ് ഗൈസ് ഇതിൽ കുറേ കാര്യങ്ങളുണ്ട് ഗൈസ് അതൊക്കെ ഞാൻ അടുത്ത ഇതിൻ്റെ പാർട്ട് 2 കാണിച്ചു തരാം ഗൈസ് ഒരു വീട് വാങ്ങാം ഗൈസ് സ്കൂൾ ഡോമുണ്ട് ഗൈസ് 500 രൂപയുള്ളൂ ഗൈസ് ഈ 500 നമുക്ക് പുല്ല് പോലെ ഉണ്ടാക്കാം ഗൈസ് ഒരു ഐഡിയ ഓക്കെ ഗൈസ് ഒരു ടിക്കറ്റ് ഉണ്ടായി എന്തായാലും എടുത്തിട്ടുണ്ട് ഓക്കെ ഗൈസ് അവിടേക്ക് എന്ത് ചൂടാനാണ് ഞാൻ ആലോചിക്കണത് ഗൈസ് സാധാ ജപ്പാനിലൊക്കെ തണുപ്പൊക്കെയാണ് കൂടുതൽ അവിടെ നോക്കിയാൽ നമുക്ക് 65 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ കാണണം നമ്മുടെ 72 ഗൈസ് ഇവരെങ്ങാട്ടൊക്കെയോ സ്ഥലം കാണിച്ചിട്ടുണ്ട് നമുക്ക് പക്ഷേ എന്ത് പാരീസ് ജപ്പാൻ എല്ലാം കൂടി മിക്സ്ഡാണ് ഗൈസ് ഓക്കെ ഗൈസ് അവിടെ ബീച്ചിൽ പോയി കുളിക്കാൻ വല്ല വയ്ക്കും ഗൈസ് കുളിച്ചെന്ത് ബാത്ത് കൂടും ഇയാളാര് നമുക്കതൊന്നും പോകണ്ട ഓക്കെ ഗൈസ് ഇവിടെ ഫിഷിംഗ് ഉണ്ട് ഗൈസ് ആൻഡ് ഗൈസ് ഞാൻ ആദ്യമേ പറയില്ല ചൂണ്ട വെച്ച് എന്തൊക്കെയോ പണിയുണ്ടെന്ന് ഫിഷിങ് ചെയ്ത് നമുക്ക് കാശുണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നണം ഓക്കെ ഗൈസ് നമുക്ക് ഈ അറ്റത്ത് പോയിട്ട് ഫിഷിങ് ചെയ്യാം അറ്റത്ത് ആൾക്കാർ കുറവാണ് ഗൈസ് നമുക്ക്
നമ്മുടെ 5% എനർജി കൊടുക്കണം ഗൈസ് ഒരു ഫിഷിങ്ങിന്. ആൻഡ് റീൽ വെൻ ദ ബോബർ ഗോസ് അണ്ടർ വാട്ടർ. ഓക്കെ ഗൈസ്, ആ റെഡ് ഉരുണ്ട ബോള് താഴ്ത്തു പോകുമ്പോൾ നമ്മൾ റീല് നിൽക്കണം. ആൻഡ് ഗൈസ് പോയിട്ടുണ്ട്. ഓക്കെ, ആ ബ്ലൂ ബോക്സ് ആ മീനിൻ്റെ മേത്ത് തന്നെ വെച്ചോണ്ടിരിക്കണം ഗൈസ്. കുറേ ഓക്കെ ഓക്കെ, ആദ്യത്തെ മീൻ നമുക്കാണ് ഗൈസ്. ഇത് ഉറപ്പാണ് ഗൈസ്, മീനായിരിക്കും. ആൻഡ് ഗൈസ് മീനല്ല ഗൈസ്, സീവീഡാണ് കിട്ടിയത് ഗൈസ്. ഗൈസ് ഇതിൽ ചൂണ്ടയൊക്കെ വാങ്ങാൻ പറ്റും ഗൈസ്. ചൂണ്ട അപ്ഗ്രേഡ് ചെയ്യണതനുസരിച്ചും ഫിഷിംഗ് ക്ലാസ്സിൽ പോകണതനുസരിച്ച് നമുക്ക് വില കൂടിയ മീനൊക്കെ കിട്ടും ഗൈസ്. സീവീഡ് എനിക്ക് തോന്നണ പോലെ 15 രൂപയൊക്കെ കാണത്തുള്ളൂ, 15 yen കാണത്തുള്ളൂ എന്നാണ് തോന്നണത്. ആൻഡ് ഷ്രിംപ് ഗൈസ്, നമുക്ക് ഷ്രിംപ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഫിഷിംഗ് ലെവൽ അപ്പായിട്ടുണ്ട് ഗൈസ്. ഫിഷിംഗ് ക്ലാസ്സിനൊന്നും അധികം ഗൈസ്, ക്ലാസ്സിൽ പോയാൽ പെട്ടെന്ന് കൂടും ഗൈസ്. നമുക്ക് ഇനിയും കുറച്ചും കൂടി ചൂണ്ടിടാം ഗൈസ്. നമുക്ക് കാശുണ്ടാക്കി പുതിയ സ്കൂൾ ഡോം വാങ്ങാം ഗൈസ്. ഈ ഫിഷിങ്ങിൽ കൂടി തന്നെ നമുക്ക് കുറേ കാശുണ്ടാക്കാം ഗൈസ്. ഇനി 1 ലക്ഷം 2 ലക്ഷത്തിനൊക്കെ വീട് ഇതിനകത്തുണ്ട്. അതൊക്കെ വാങ്ങണം നമുക്ക്. ആൻഡ് ഗൈസ് ഇവിടെയാണ് വിൽക്കണ സ്ഥലം. നമുക്ക് സീവീഡ് 2 വിറ്റ്, ഷ്രിംപ് 1 വിറ്റ് ഗൈസ്. ഓക്കെ, ഇനി എന്തൊക്കെയോ കിട്ടിയായിരുന്നല്ലോ നമുക്ക്. ഒന്നും കിട്ടിയില്ല ഗൈസ്. ഗൈസ് അത് കൊടുത്തപ്പോൾ തന്നെ നമുക്ക് 400 രൂപ ഉണ്ട് ഗൈസ്. ഒരു പ്രാവശ്യം കൂടി മീനിനെ പിടിക്കാം ഗൈസ്. അതാകുമ്പോൾ നമുക്ക് 500 രൂപ പോയി വീടും വാങ്ങാം. ആൻഡ് ഓക്കെ, ഗോ അണ്ടർ വാട്ടർ. ഓക്കെ ഗൈസ്, അയാളുടെയാണ് കിടക്കണ വേറെ. അത് ചിലവരൊക്കെ ചൂണ്ടയാണ് ഗൈസ്, കിടുക്കാച്ച് ചൂണ്ടയാണ് ചിലവർക്കൊക്കെ ഗൈസ്. ഈ മീൻ അറ്റത്ത് തന്നെ ഇരുന്നു ഗൈസ്. ട്യൂണാണ് ഗൈസ്. ട്യൂണൊക്കെ എനിക്ക് തോന്നണം നല്ല കാശ് കിട്ടുമെന്ന് തോന്നണം ഗൈസ്. ആൻഡ് ഇയാൾക്കടെ വരുന്നത് ഒസാക്കി ഫാന. ഓക്കെ, ട്യൂണ ഓക്കെ ഗൈസ്, ട്യൂണൊക്കെ 100 രൂപ ഉണ്ട് ഗൈസ്. ആൻഡ് വെറും ആ സീവീഡിന് 75 രൂപ കിട്ടും ഗൈസ്. നല്ല കാര്യമാണ് ഗൈസ്, നമുക്ക് പെട്ടെന്ന് കാശുണ്ടാക്കാം. ഓക്കെ, ഇവിടെ എന്താണ് സ്കൂൾ ഡൗൺ ഗൈസ്. നമ്മളങ്ങോട്ട് വാങ്ങിച്ചിട്ടുണ്ട് എന്തായാലും. ഗൈസ് നമ്മളെന്തോ ഫിറ്റ്നസ് ക്ലാസ്സിന് വന്നിട്ടുണ്ട് ഗൈസ്. ഓ ഗൈസ്, നമുക്ക് നല്ല വെയിറ്റ് ഗൈസ്. നല്ല വെയിറ്റ് ഉണ്ട്. ആൻഡ് ഫിഷിംഗ് ലെവൽ 1 ആയിട്ടുണ്ട് നമ്മൾ. വേറെ ഒന്നും ആയിട്ടില്ല. ആൻഡ് നമുക്ക് സ്കൂൾ ഡോമിൽ പോവാം. സ്കൂൾ ഡോം. ആൻഡ് ഓക്കെ ഗൈസ്, ഈ വീഡിയോ നമുക്ക് എന്തായാലും ഇവിടെ വെച്ച് നിർത്താം ഗൈസ്. വീഡിയോ കാണണമെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആൻഡ് ഇതിൻ്റെ അടുത്ത പാർട്ടിന് വേണ്ടി നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഗൈസ്. ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലോങ് ആയിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. ഓക്കെ, ബൈ ഗൈസ്.